നിങ്ങൾ കരയണേ. എവിടെയാ നമുക്ക് നരകത്തെ കുറിച്ച് ഓർത്താൽ കരച്ചിൽ വരുന്നത്? എവിടെയാ? എപ്പോഴാ നമുക്ക് നരകത്തെ കുറിച്ച് ഓർത്താൽ നമുക്ക് പേടി വരുന്നത്? എപ്പോഴാ? നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് നമ്മൾ പേടിക്കാറുണ്ടോ? നരകത്തിന്റെ ചൂടിനെ കുറിച്ചോർത്ത് നമ്മൾ പേടിക്കാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് ഓർക്കുമ്പോ ലാ സററുൻ കൽ ഖസീരി ഫീഹാ സലാസിലു ഇലാമുൻ വഗലാലുൻ ഫഗുല്ലു ഫജുറുജുറു. ആ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഓർക്കുമ്പോ, ആ നരകത്തിന്റെ കൊളുത്തുകൾ ഓർക്കുമ്പോ, ആ നരകത്തിന്റെ വലിയ വലിയ പാമ്പുകളെ കുറിച്ച് ഓർക്കുമ്പോ, എന്തിനാ നരകത്തിന്റെ പാമ്പിനെ കുറിച്ച് പറയുന്നത്? ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് ഈ ഭൂലോകത്തുള്ള രണ്ട് വിഭാഗം പാമ്പുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഗസാലി പറയുകയാണ്, അല്ലാഹു ഈ ഭൂലോകത്ത് രണ്ട് വർഗത്തിൽപ്പെട്ട പാമ്പുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പാമ്പെങ്ങാനും അതിന്റെ വീര്യം എത്രയാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്ന പാമ്പിന്റെ വീര്യം എന്താ? നരകത്തിലെ പാമ്പല്ല, നരകത്തിന്റെ ചൂട് പറയുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നരകത്തിലെ പാമ്പല്ല, ഈ ഭൂമി ലോകത്ത് നാം കാണുന്ന പാമ്പുകളുണ്ടല്ലോ. ഇമാം ഗസാലി പറയുന്ന ഈ ഭൂലോകത്തുള്ള ഒരു പാമ്പ് അതെങ്ങാനും ഒരു മനുഷ്യന്റെ കണ്ണിലോട്ടൊന്ന് വിഷം തീട്ടിയാൽ ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അതോടെ നഷ്ടപ്പെട്ടു പോകും. ആ രണ്ട് വർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റിലോട്ടെങ്ങാനും ഊതിക്കൊടുത്താൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റിനുള്ളിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു ചാപിള്ളയായി വെളിയിലോട്ട് വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ വിശകലനം ചെയ്ത് ഇമാം ഗസാലി പറയുമ്പോ, സഹോദരാ, ദുനിയാവിലെ പാമ്പിന്റെ കഥയാ ഞാൻ പറഞ്ഞത്. അതൊന്ന് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച പോകുമെങ്കിൽ, അതൊന്ന് വിഷം തീർത്തിയാൽ ഗർഭിണിയുടെ വയറ്റിനുള്ളിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു ചാപിള്ളയായി വെളിയിലോട്ട് വരുമെങ്കിൽ, നാളെ നരകത്തിന്റെ പാമ്പിന്റെ അവസ്ഥ എന്താ? നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷം ചീറ്റും പാമ്പുകൾ, ഉഗ്രന തേളുകൾ, വർഷം 1000 എത്തിയാലും തന്നെ അത് കുത്തിയ വേദന മാറുകില്ലേ പൊന്നേ. ആ നരകത്തിലെ പാമ്പങ്ങാനും ഒരു പ്രാവശ്യം നിന്റെ ശരീരത്തിലൊന്ന് കുത്തിയാല് 1000 വർഷം കഴിഞ്ഞാലും ഒരു പ്രാവശ്യം കുത്തിയതിന്റെ വേദന മാറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ നരകത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ ചൂടേതാ? അള്ളാഹു പറയുന്നു, ഏ നബിയെ, ഈ വേനൽക്കാലത്ത് ചുട്ടുകൊള്ളുമ്പോൾ നിങ്ങൾ ഓർത്തോ, കുൽ നാറു ജഹന്നമ അസദ്ദു ഹർറാ, ഏറ്റവും ചൂടുള്ളത് നരകത്തിന്റെ തീയ. ഇവിടത്തെ ചൂടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ അടിക്കണ ചൂട് 38 ഡിഗ്രി ഏറ്റവും കൂടിയത് പുനലൂര് രേഖപ്പെടുത്തി. ഇനി അതല്ല, നമ്മൾ ദുനിയാവിൽ കണ്ടിരിക്കുന്ന തീ, വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് മതി. ഇപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസ് മതി വെള്ളം തിളയ്ക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം കിടന്നിട്ട് അടുപ്പത്ത് പാത്രത്തിൽ തിളയ്ക്കുമ്പോ ആ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന വെള്ളം കിടക്കുന്ന ചൂടായ പാത്രം ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു തുണിയെടുത്തിട്ട് 4ആയിട്ട് മടക്കിയിട്ട് അതിലൊന്ന് തൊടാൻ പറ്റുമെങ്കിൽ, ഇത് തിളച്ച വെള്ളത്തിന്റെ കഥയല്ല, തിളച്ച വെള്ളം കിടക്കണ പാത്രത്തിന്റെ കഥയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന ഒരു വെള്ളം വെച്ചിരിക്കുന്ന പാത്രം പിടിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ 4 ഘടകം വേണമെങ്കിൽ, 4ആയി മടക്കിയ തുണി വേണമെങ്കിൽ, അള്ളാഹു നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പറയുന്നത് എന്താ? അപ്പൊ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥയിലെങ്കിൽ അള്ളാഹു ലോകത്ത് ഏറ്റവും വലിയ ചൂടാണെന്ന് പറഞ്ഞ ജഹന്നമിന്റെ ചൂട് എത്രയാ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊഖിദ അലന്നാരി അൽഫ സന, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം ഇട്ട് കത്തിച്ചു. ആ നരകത്തിന്റെ കളറ് ചുവപ്പ് തീക്കട്ടയുടെ കളറായി.
ആദരവായ റസൂലുള്ളാഹി പറഞ്ഞതായി അബൂ ഹുറൈറ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം കത്തിച്ചു. അതിന്റെ കളറ് അത് ചുവപ്പ് തീക്കട്ടയുടെ കളറായി മാറി. വീണ്ടും അല്ലാഹു ആയിരക്കണക്കിന് വർഷം നരകത്തെ കത്തിച്ചു. അതിന്റെ കളറ് അത് കത്തി കത്തി വെളുവെളുത്ത കളറായി മാറി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹു വീണ്ടും വീണ്ടും ആ നരകത്തെ ആയിരക്കണക്കിന് വർഷം കത്തിച്ചപ്പോ നരകത്തിന്റെ കളറ് കറുകറുത്ത കളറായി മാറി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ നരകമെന്ന് പറയുന്നത് കറുകറുത്ത് കിടക്കുന്ന ബീഭത്സമായ ഒരു തറവാടാണ്, നിന്റെ സങ്കേതമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു നരകത്തെ കത്തിച്ച് കത്തിച്ച് പരിവമാക്കിയിട്ട് ആ നരകത്തിന്റെ കളർ പോലും കറുകറുത്ത് കിടക്കുകയാ. ഓ നരകത്തിന്റെ ചൂടെന്താണെന്നറിയുമോ? അതറിയണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളെ നാരകീയമായ ശിക്ഷയിൽ നിന്ന് സൂക്ഷിച്ചുകൊള്ളുക. കാരണം എന്താ? ആ നരകത്തില് കത്താൻ ഉപയോഗിക്കുന്നത് വിറകുകൊള്ളികളല്ല. ആ നരകത്തില് കത്താൻ വേണ്ടി